പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നോമ്പിൻ്റെ ഈ 5-ാം ഞായറാഴ്ച നമ്മളുടെ പരിചിന്തനത്തിനായി തിരുസഭ മാതാവ് നമുക്ക് നൽകുന്നത്. വിധിയുടെ മേൽ കരുണ വിജയിക്കുന്ന ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹം ഈശോ എങ്ങനെ പ്രകടമാക്കുന്നു എന്ന് ഈ സുവിശേഷ ഭാഗം വ്യക്തമാക്കുകയാണ്. 1-ാമത്തെ വാക്യം, ഈശോ ഒലിവുമലയിലേക്ക് പോയി. രാവിലെ വീണ്ടും അവൻ ദേവാലയത്തിലേക്ക് വന്നു എന്നാണ്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ സുവിശേഷ ഭാഗം, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗം ആദ്യകാല യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ കൈയെഴുത്ത് പ്രതികളിൽ കാണുന്നില്ല. അതായത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 38-ാം വാക്യത്തിൽ അവൻ ഒലിവുമലയിലേക്ക് പോയി എന്ന് പറയുന്നതിൻ്റെ തുടർച്ചയായുള്ള വിശുദ്ധ ലൂക്കായുടെ അതേ പദഘടനകളും രീതികളും ഒക്കെയുള്ള ഒരു വിവരണമാണ് ഇത് പിന്നീട് ഉൾച്ചേർത്തതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ ഭാഗം പിൽക്കാലത്തുള്ള കൈയെഴുത്ത് പ്രതികളെല്ലാം കാണുകയും ചെയ്യുന്നു. സഭാപിതാക്കന്മാർ ഇതിനങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗമായി ഇന്ന് നാം ഇത് ശ്രവിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം കർത്താവിൻ്റെ ജീവജലത്തിൻ്റെ അരിവുകളെക്കുറിച്ചുള്ള പ്രഭാഷണവും തുടർന്ന് ഈശോയെ പിടിച്ചുകൊണ്ടുവരുവാൻ വേണ്ടി അധികാരികൾ അയക്കുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടിയുണ്ട്. 7-ാം അധ്യായം 46-ാം വാക്യത്തിൽ, ഇവനെ എന്തുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് വരാത്തത്? ഇവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈശോയുടെ മേൽ കൂടുതൽ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭാഗമാണിത്. ഈശോ പ്രാർത്ഥനയുടെ പിൻവാങ്ങലുകൾ നടത്തിയിരുന്നത് ഒലിവുമലയിലായിരുന്നു. അങ്ങനെ ഒലിവുമലയിൽ പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് പിൻവാങ്ങുകയാണ്. കാരണം 52-ാം വാക്യത്തിൽ ഈശോ അന്വേഷിക്കുന്നു, ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. അപ്പോൾ ഈശോ തൻ്റെ ഭവനമായ പിതാവിൻ്റെ ഭവനം തുറസായ ആ മലയിലേക്ക് പോയി പ്രാർത്ഥനയിലായിരുന്നു. വീണ്ടും അവൻ ദേവാലയത്തിലേക്ക് വന്നു. അങ്ങനെ കർത്താവ് പ്രാർത്ഥനയിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ് തിരിച്ച് ദേവാലയത്തിൽ വന്ന് അവിടെ ഇരുന്ന് അവരെ പഠിപ്പിക്കുകയാണ്. അതായത് ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ത്രീകളുടെ നിൽക്കാൻ സാധിക്കുന്ന ആ പ്രദേശമാണ്. അവിടെ ഇരുന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് ഫരിസേയരും നിയമജ്ഞരും കൂടി അവൻ്റെ അടുക്കൽ വന്ന് ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ആളുകളുടെ ഇടയിൽ കൊണ്ട് നിർത്തുന്നത്. വളരെ സ്തോഭജനകമായ, നാടകീയമായ, ഉദ്യോഗജനകമായ ഒരു രംഗമാണ്. അവർ ഈശോയിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അവർ അവനോട് പറഞ്ഞു, ഗുരു. ആ വിളി തന്നെ ഒരു പരിഹാസത്തിൻ്റെ വിളിയാണ്. റബ്ബി, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. അവർ ഇങ്ങനെ പറഞ്ഞത് ഈശോയിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടിയായിരുന്നു. മോശയുടെ നിയമത്തിൽ ലേവായുടെ പുസ്തകം 20, 21, നിയമാവർത്തന പുസ്തകം 22, 22 ഇവിടെയെല്ലാം ഇങ്ങനെയുള്ള കുറ്റം ചെയ്യുമ്പോൾ സ്ത്രീ മാത്രമല്ല, അതിൽ പങ്കാളിയായ പുരുഷനും മരണാർഹമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ സ്ത്രീയെ മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഈശോയിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവർ തന്നെ മെനഞ്ഞെടുത്ത, സംഘടിപ്പിച്ച ഒന്നായിരിക്കണം. ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി എപ്പോഴും ശത്രുക്കൾ വരുമ്പോൾ ആ പരീക്ഷണങ്ങളെല്ലാം ഈശോ അതിവിദഗ്ധമായിട്ട് വിജയിക്കുന്നത് കർത്താവിൻ്റെ ആ വിശുദ്ധമായ ഇടപെടൽ വഴി, ആ വചനങ്ങൾ വഴിയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ ഈശോ എന്ത് ചെയ്യുന്നു? അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും അവർ ചോദിക്കുകയാണ്, ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതാണ് പറയുന്നത്. അപ്പോഴും അവിടുന്ന് കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഉത്തരം പറയുന്നില്ല. ഒരു റോമൻ ന്യായാധിപൻ, വിധികർത്താവായ ന്യായാധിപൻ വിധിക്ക് മുമ്പ് വിധി വാചകങ്ങൾ എഴുതുമായിരുന്നു. അങ്ങനെ അതുപോലെ കർത്താവ് കുനിഞ്ഞ് നിലത്ത് എഴുതുകയാണ്. എന്താണ് ഈശോ എഴുതിയത്? ഈശോ എഴുതിയത് ഈ സ്ത്രീയെ തിന്മയിലേക്ക് നയിച്ച
ആളുകളുടെ പേരാണ്. ഒരുപക്ഷെ ഇവർ തന്നെ ആ കൂടെ ഉണ്ടായിരിക്കാം എന്നാണ് വിശുദ്ധ ജെറോം പറയുന്നത്. അവൻ കുനിഞ്ഞ് നിലത്ത് എഴുതുന്നു. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ പറയുന്നത് അവർ മണ്ണിൽ ഈശോ എഴുതുന്നത് ഒരു തിരുവചന ഭാഗം നിവൃത്തിയാകുവാൻ വേണ്ടിയാണ്. ജെറമിയയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്: അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷരാകും, എന്നാൽ ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. അതായത് പൂഴിയിൽ നിന്ന് എടുത്ത മനുഷ്യനെതിരെ പൂഴി തന്നെ വിധികർത്താവായിരിക്കുന്നു എന്നാണ് ഇവിടെ ഈശോയുടെ നിലത്തെഴുതുന്നതിലൂടെ വ്യക്തമാകുന്നതാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ പറയുന്നത്. കർത്താവ് കുനിഞ്ഞ് നിലത്ത് എഴുതുന്നത് മറ്റൊരു കാര്യം കൂടിയാണ് എന്ന് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, 10 കൽപ്പനകൾ അവൻ വീണ്ടും എഴുതിയെന്നാണ്. കാരണം കല്ലിൽ എഴുതിയ കൽപ്പനകൾക്ക് പകരം അവൻ നിലത്തെഴുതുന്നത്, അത് കർത്താവ് ജെറമിയയുടെ പുസ്തകം 31-33 ഹൃദയങ്ങളിൽ കർത്താവ് എഴുതുന്ന കൽപ്പനകൾ കല്ലിന് പകരം ശിലാഹൃദയം എടുത്ത് മാറ്റി മാംസള ഹൃദയം നൽകുന്ന എസെക്കിയേൽ 36-27 ഇതൊക്കെ 26-27 ഇതൊക്കെ പൂർത്തിയാക്കുന്നതാണ്. അങ്ങനെ കർത്താവ് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഈശോ പറയുന്ന ഈശോയുടെ വാക്യം ഒരു ബയോഗ്രഫിക്കൽ അപ്പോദഗ്മ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ജീവചരിത്രപരമായ ഒരു സൂക്തവചനം കർത്താവ് ഉച്ചരിക്കുകയാണ്. ആ സൂക്തവചനം കർത്താവ് പലപ്പോഴും ഇതുപോലുള്ള സൂക്തവചനങ്ങൾ പറയുന്നുണ്ട്. സീസറിന് നീതി കൊടുക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഈശോ കൊടുക്കുന്ന ഉത്തരം ഇന്നും പലപ്പോഴും ഉദ്ധരിക്കുന്ന ഒന്നാണ്: സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവർ ചോദിക്കുന്നത് ഈശോയെ കെണിയിൽപ്പെടുത്തുവാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അവളെ കല്ലെറിയണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം റോമൻ നിയമം നിലനിൽക്കുന്ന ആ സ്ഥലത്ത് അവിടെ മരണശിക്ഷ വിധിക്കുവാൻ ഈശോ ശ്രമിച്ച റോമാ അധികാരത്തിനെതിരെ ഈശോ പ്രവർത്തിച്ചു എന്ന് അവർക്ക് പറയാൻ സാധിക്കും. അവളെ വെറുതെ വിടണമെന്ന് പറഞ്ഞാൽ മോശയുടെ നിയമത്തിനെതിരായി ഈശോ പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതുകൊണ്ട് വലിയൊരു പ്രതിസന്ധിയിൽ ഈശോയെ കൊണ്ടിരുത്തിയപ്പോൾ ഈശോ വളരെ വ്യക്തമായ ഒരു വചനം പറയുകയാണ്. ആ വചനം ഇതാണ്: നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. ഈശോ ഇത് ബയോഗ്രഫിക്കൽ അപ്പോദഗ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശോ തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ്. ഈശോ പാപമില്ലാത്തവനാണ്. നമ്മൾ ഇതേ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ സ്വയം വിശേഷിപ്പിക്കുന്നത് 8 അധ്യായം 46-ാം വാക്യത്തിൽ: നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കുവാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? അപ്പോൾ പാപമില്ലാത്തവൻ ആരാണ്? ഈശോയാണ്. തുടർന്ന് 8-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ: ഞാൻ ആരെയും വിധിക്കുന്നില്ല, ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. അപ്പോൾ ഈശോ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ വിധിക്കുവാനല്ല, രക്ഷിക്കുവാനാണ് എന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവ് ലോകത്തിലേക്ക് വന്നത് രക്ഷ നൽകുവാൻ വേണ്ടി വന്നവനാണ് കർത്താവ്. അതുകൊണ്ട് കർത്താവ് നിലത്ത് ഇരുന്നപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തർ സ്ഥലം വിടുകയാണ്. ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത്? വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകളിൽ റെലിക്തി സുന്ത് ദുവോ മിസറ എത്ത് മിസറിക്കോർദിയ എന്ന് പറഞ്ഞാൽ 2 വേർ റിമൈൻഡ്, 2 പേര് അവശേഷിച്ചു. ആരൊക്കെയാണ് 2 പേര്? ഒന്ന് മിസറി, ദുരിതം. രണ്ടാമത്തേത് മിസറിക്കോർദിയ, കാരുണ്യം. അവശേഷിച്ച് എന്തൊക്കെയാണ്? ദുരിതവും കാരുണ്യവും കണ്ടുമുട്ടുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദുരിതം, ആ ദുരിതാവസ്ഥയിലുള്ള ആ സ്ത്രീ കാരുണ്യം അവതീർണനായ മിശിഹ കാരുണ്യത്തിൻ്റെ മൂർത്തിരൂപമാണ്. കർത്താവിനെ കണ്ടുമുട്ടുന്നു എന്നാണ് പറയുന്നത്. ആ കണ്ടുമുട്ടൽ ആണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീക്ക് രക്ഷ ലഭിച്ചത്. അവളെ കുറ്റം വിധിച്ചവരെല്ലാവരും അവിടെ നിന്ന് നിഷ്ക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈശോ പറയുകയാണ്: ഞാനും നിന്നെ വിധിക്കുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്: ഞാൻ മനുഷ്യപുത്രൻ അയക്കപ്പെട്ടത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്.
അപ്പം മനുഷ്യനെ ശിക്ഷിക്കുക, കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണല്ലോ. അങ്ങനെ ഈശോ പറയുന്ന വാക്കിതാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക. വിധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നീ ഇതുപോലെ തന്നെ പൊയ്ക്കൊള്ളുക എന്നല്ല അതിൻ്റെ അർത്ഥം. നീ പുതിയ വ്യക്തിയായിട്ട് പോവുക, ഒരു ലൈഫ് ചേഞ്ചിങ് എൻകൗണ്ടർ അവിടെ ഉണ്ടാവുകയാണ്. ഇവളുടെ ജീവിതത്തിൽ പുതിയൊരു ജീവിതം, പുതിയൊരു ചൈതന്യം അവർക്ക് ലഭിക്കുകയാണ്. നീ പൊയ്ക്കൊള്ളുക. പോകേണ്ടത് എങ്ങനെയാണ്? ഇനി മേലിൽ നീ പാപം ചെയ്യരുത്. അപ്പോൾ തിന്മ നിറഞ്ഞ കർത്താവിനെ കുറ്റപ്പെടുത്തിയവർ ഓടിക്കളഞ്ഞു. ആ സ്ത്രീയോട് കർത്താവ് പറയുന്നത് കാരുണ്യത്തിൻ്റെ വാക്കുകളാണ്. അവിടുന്ന് വിധികർത്താവാണ്, പക്ഷേ കാരുണ്യം നിറഞ്ഞ വിധികർത്താവാണ്. അതുകൊണ്ടാണ് കർത്താവ് അവളോട് പറയുന്നത്, നീ പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്, തിന്മ ചെയ്യാതെ നീ ജീവിക്കണം, പുതിയൊരു ജീവിതം നിനക്ക് ലഭിക്കണം. പഴയതിനെല്ലാം പുതുതാക്കുന്നവനാണ് കർത്താവ്. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ സമസ്തവും പുതുതാക്കുന്നവനാണ്. അപ്പോൾ പുതുതാക്കുന്നവൻ, നവീകരിക്കുന്നവനാണ് കർത്താവ്. കർത്താവിനെ കണ്ടുമുട്ടുന്നവർ പുതിയ മനുഷ്യരായിത്തീരും എന്നുള്ള വലിയ സത്യം ഇവിടെ വ്യക്തമാവുകയാണ്. അതുകൊണ്ട് ഈശോ ഇവിടെ ചെയ്യുന്നത് എന്താണ്? കുറ്റം ആരോപിക്കുന്നവരെ തിരുത്തുന്നു കർത്താവ്. കുറ്റം ആരോപിക്കുക, കുറ്റം കണ്ടുപിടിക്കുക, അങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്നവരുടെ മൂർത്തി രൂപമാണ് സാത്താൻ എന്ന വാക്ക്. അതിൻ്റെ അർത്ഥം കുറ്റം ആരോപിക്കുന്നവനാണ്, കുറ്റപ്പെടുത്തുന്നവനാണ്. കുറ്റപ്പെടുത്തുന്ന മനോഭാവവും രക്ഷിക്കുന്ന മനോഭാവമാണ് ഈശോയ്ക്കുള്ളത്. സഹായിക്കുന്നവൻ, പറക്ലീത്ത, പരിശുദ്ധാത്മാവ് രക്ഷിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈശോയും രക്ഷിക്കുകയാണ്. അപ്പോൾ സാത്താനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈശോയും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടലാണ് ഇവിടെ നടന്നത്. എന്ത് സംഭവിച്ചു? കുറ്റം ആരോപിക്കുന്നവരെല്ലാം തിരസ്കരിക്കുകയാണ്. പലപ്പോഴും ഈ നോമ്പുകാലത്ത് നമുക്ക് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണിത്. മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുക, അവരുടെ കുറവുകൾ കണ്ടുപിടിക്കുക, കുറ്റം ആരോപിച്ച് അങ്ങനെ നിഷേധാത്മകമായ ചിന്തയിൽ ജീവിക്കുന്ന അവസ്ഥ. അതിനു പകരം അവരെ എങ്ങനെ രക്ഷിച്ചെടുക്കാം, അവരെ നന്മയിലേക്ക് കൊണ്ടുവരിക എന്ന് പഠിപ്പിക്കുന്ന ഒരു ജീവിത പാഠം കൂടി ഇവിടെ കാണാൻ സാധിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നടന്ന ഒരു സംഭവം, യോവാക്കിമിൻ്റെ ഭാര്യ സൂസന്നയെ അവിടെയുള്ള ശ്രേഷ്ഠന്മാർ കുറ്റപ്പെടുത്തി, അവളെ കെണിയിൽപ്പെടുത്തി, അവൾ പാപം ചെയ്തുവെന്ന് പ്രഖ്യാപിച്ച് അവളെ കുറ്റപ്പെടുത്തുമ്പോൾ ദാനിയേൽ വന്ന് അവളെ രക്ഷപ്പെടുത്തുന്ന സംഭവത്തിൻ്റെ ഒരു സൂചന ഈ സംഭവത്തിൽ കാണാൻ കഴിയും. കർത്താവ് ഈ പുതിയൊരു ദാനിയേലായി, രക്ഷകൻ ആയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ തിന്മയുടെ ശക്തിയെ അവിടുന്ന് കീഴ്പ്പെടുത്തുകയാണ്. അപ്പോൾ കുറ്റം ചെയ്ത ആളുകൾ, തിന്മ ചെയ്തവരെ പുറത്താക്കുക, അവരെ കൊല്ലുക, നശിപ്പിക്കുക എന്ന ചിന്താഗതി ഇന്ന് ലോകത്തിലുണ്ട്. ഇന്നത്തെ തിരുവചന വായനകളിൽ 1-ാമത്തെ വായനയിൽ നാം കാണുന്നത് സഹോദരൻ്റെ രക്തം ചിന്തിയാണ്. കായൻ, ആ കായൻ എന്ന് സംഭവിക്കുന്നു? കായനെ ദൈവം ശിക്ഷിക്കുകയാണ്. വലിയ ശിക്ഷ അവന് കൊടുത്തു. നീ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം നൽകുകയില്ല, നീ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനാകുന്നു. അപ്പോൾ കായൻ പറഞ്ഞു, ഈ ശിക്ഷ വലുതാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? എന്നെ കാണുന്നവരെല്ലാം എന്നെ ആക്രമിക്കും, എന്നെ കൊല്ലാൻ ശ്രമിക്കും. അപ്പോൾ 15-ാം വാക്യം, ഉൽപ്പത്തി 4:15, ഒരിക്കലുമില്ല, കായനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരു അടയാളം പതിച്ചു. അപ്പോൾ കുറ്റവാളിയായ, സഹോദരഘാതകനായ ഈ കായനും ഒരു മനുഷ്യാവകാശമുണ്ട്. കുറ്റവാളികൾക്ക് മനുഷ്യാവകാശമുണ്ട്, മനുഷ്യനെന്നല്ല ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവനെ സംരക്ഷിക്കണം എന്നുള്ള വലിയ ദൈവത്തിൻ്റെ കരുണാർത്തരമായ സ്നേഹം അവനെയും നന്നാക്കിയെടുക്കുവാൻ പരിശ്രമിക്കുകയാണ്, സംരക്ഷിക്കുകയാണ്. അപ്പോൾ പ്രതികാരവും കുറ്റാരോപണവും നിറഞ്ഞ ലോകത്തിൽ പ്രതികാരത്തിൻ്റെ അവസരം കിട്ടുമ്പോഴും പ്രതികാരം ചെയ്യാതെ സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ മാതൃക കാണിക്കുന്നത് ഇന്നത്തെ 2-ാമത്തെ വായനയിൽ കാണാൻ സാധിക്കും. 1 സാമുവേൽ 24-ാം അധ്യായം. അവിടെ ദാവീദിന് സാവൂളിനെ കൊല്ലാൻ പറ്റിയ ഒരവസരം ലഭിച്ചു. ഒരു ഗുഹയിൽ ചെന്ന് കാണുമ്പോൾ കൊല്ലാനുള്ള അവസരം ലഭിച്ചപ്പോൾ അവനെന്ത് ചെയ്തു? ദാവീദ് എഴുന്നേറ്റ് സാവൂളിൻ്റെ മേലങ്കയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു എന്നാണ്. എന്നിട്ട് പിന്നീട് പറയുന്നുണ്ട്, സാവൂൾ തന്നെ പറയുന്നുണ്ട്, ശത്രുവിനെ കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ? ഇന്ന് നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ. അപ്പോൾ ശത്രുവിനെ കൊല്ലാനുള്ള അവസരം ലഭിച്ചിട്ടും ആ ശത്രുവിനോട് ക്ഷമിക്കുന്ന ദാവീദും ഒരു കരുണാർദ്ര സ്നേഹത്തിൻ്റെ മാതൃകയാണ്.
ദാവീദിൻ്റെ പുത്രനായ ഈശോ ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പോൾ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും വലിയ മാതൃക കർത്താവ് നൽകുകയാണ്. പാപം ചെയ്യുന്നവർ, തിന്മ ചെയ്യുന്നവർ, നിലത്ത് വീണ് കിടക്കുന്നവരെ കല്ലെറിയുവാൻ വരാതെ നമ്മളുടെ കൈകളിലുള്ള കല്ലുകൾ താഴെയിടുക, മനസ്സിലുള്ള കല്ലുകൾ, പലരെയും കല്ലെറിയാൻ നോക്കി നിൽക്കുന്ന മനോഭാവമെല്ലാം താഴെയിടുക, രക്ഷകനായ ഈശോയെ സ്വീകരിക്കുക. ഈശോ നൽകുന്ന വലിയ സാക്ഷ്യം, സ്നേഹത്തിൻ്റെ, സത്യത്തിൻ്റെ സാക്ഷ്യം ഇന്നും സഭയിൽ തുടരുകയാണ്. ഇന്നത്തെ ലേഖനത്തിൽ 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൽ പ്രത്യേകമായി പറയുന്ന ഒരു വാചകമുണ്ട്. കർത്താവ് ഈശോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നതിനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ജലത്താലും രക്തത്താലും വന്നവനാണവൻ. അപ്പം സാക്ഷ്യം നൽകുന്നത് 3 സാക്ഷികളാണുള്ളത്. ആത്മാവ്, ജലം, രക്തം, ഇത് 3ഉം ഒരേ സാക്ഷ്യം നൽകുന്നു. അപ്പം ഈശോയുടെ സാക്ഷ്യം സമ്പൂർണമായൊരു സാക്ഷ്യമാണ്. മാമോദീസായിലൂടെ ദൈവാത്മാവിനെ നിറഞ്ഞ കർത്താവ്, രക്തം, ജലത്താലും രക്തത്താലും ആത്മാവിനാലുള്ള സാക്ഷ്യം. ജലം അത് ഈശോയുടെ മാമോദീസായെ, കർത്താവ് സഭയിൽ നൽകിയ മാമോദീസായെ സൂചിപ്പിക്കുന്നു. രക്തം കർത്താവിൻ്റെ തിരുവില്ലാവിൽ നിന്നൊഴുകിയ ആ തിരുരക്തം, അത് യൂക്രിസ്റ്റ് കൂദാശകളെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ആത്മാവ്, ജലവും രക്തവും ആത്മാവ്, സഭയിലൂടെ തുടരുന്ന ആത്മാവ്, അങ്ങനെ കർത്താവിൻ്റെ ഈ സാക്ഷ്യം ഇന്ന് സഭയിലൂടെ തുടരുകയാണ്. അത് ആ സാക്ഷ്യത്തിൽ പങ്കുചേർന്ന് അതിൽ സ്വീകരിച്ച് ഈശോ മിശിഹായുടെ രക്ഷ അനുഭവിച്ചറിഞ്ഞ് പുതിയ വ്യക്തിയായി മാറുക. ഈ സ്ത്രീയോട് കർത്താവ് പറയുന്നത്, നീ പൊയ്ക്കൊള്ളുക, നീ ഇനിമേൽ പാപം ചെയ്യരുത്. നോമ്പിൻ്റെ വരും ദിവസങ്ങളിൽ നമ്മളുടെ പാപചിന്തകൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, തിന്മയിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രമായി ഈശോയുടെ പക്കൽ നിന്നും യഥാർത്ഥ സമാധാനവും രക്ഷയും പാപമോചനവും സ്വീകരിച്ച് പുതിയ മനുഷ്യരാകുവാൻ പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുതെന്നുള്ള ആ ആപ്തവാക്യം സ്വീകരിച്ച് ജീവിതത്തെ നവീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.